അപ്പൊ മെന്റർ കോളേജിൽ നിന്ന് ഒരു ഡെവലപ്പർ ആയിട്ട് ഇറങ്ങുന്നതാണ് പ്ലാൻ അല്ലേ? ഡെവലപ്പർ മാത്രമായിട്ടല്ല, ഒരു ബിസിനസ്മാൻ ആയിട്ടും ഇറങ്ങി. വാവ്, അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു ഇന്റേൺഷിപ്പ് ഒക്കെ? നമ്മള് ലിറ്റ്മസ് 7 പോയി അറിഞ്ഞു. അടിപൊളിയായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ്. അതുപോലെ കുറെ ഡെവലപ്പേഴ്സിനെ പരിചയപ്പെടാനും പറ്റി. അപ്പോ ലിറ്റ്മസ് 7 ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. എന്താണ് ഇനി നെക്സ്റ്റ് പ്ലാൻ? സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? സ്റ്റാർട്ടപ്പിന്റെ പ്ലാനും ഉണ്ട്, അതുപോലെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. നൈസ് നൈസ് നൈസ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഒരു CRM ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നു, അതിലിപ്പോ ഒരു ക്ലയന്റ് ആയിട്ടുണ്ട്. ഇനി ആ ക്ലയന്റ് ത്രൂ കുറെ ക്ലയന്റ്സിലോട്ട് എത്താനാണ് പ്ലാൻ. അപ്പൊ മെന്റർ കോളേജ് ശരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആണോ? ഉറപ്പായിട്ടും അതിന് പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് മെന്റർ കോളേജ്. കാരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇയറിലെ ഞങ്ങൾക്ക് പ്രൊജക്റ്റുകളൊക്കെ സാറ് തന്നിട്ടുണ്ട്. അത് സക്സസ് ആയാൽ തന്നെ സാർ അതിനനുസരിച്ചുള്ള റിവാർഡ് തരുന്നു സാറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മെന്റർ കോളേജിലല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുമായിരുന്നോ? ഇന്റേൺഷിപ്പ് കിട്ടുമായിരുന്നു, പക്ഷെ ഫസ്റ്റ് ഇയറിൽ കിട്ടുമായിരുന്നോ? ഫസ്റ്റ് ഇയർ മുതലേ ഇന്റേൺഷിപ്പ് കിട്ടൂല. അതുപോലെ ഇതുപോലത്തെ ഒരു MNC കമ്പനിയിലും കിട്ടണമെന്നില്ല. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവണം എന്നതായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ കോളേജിൽ വന്നപ്പോൾ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതൽ ഞാൻ മനസ്സിലാക്കി. ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനെ എങ്ങനെ ബിസിനസ് ആക്കാം, എങ്ങനെ ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ കോളേജിൽ വന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും ഇപ്പോൾ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതും.